അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ 3-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് പരമേശ്വരിയായ ആ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നത്. അഥാ തൃതീയസ്കന്ധ 8-മോധ്യായ. ബ്രഹ്മോവാച സർഗോയം കഥിതസ്താത യൽപൃഷ്ടോഹം ത്വയാധുനാ ഗുണാനാം രൂപസംസ്ഥാം വൈ ശൃണുഷ്വൈകാഗ്രമാനസ. സത്വം പ്രീത്യാത്മകം ജ്ഞേയം സുഖാൽ പ്രീതിസമുദ്ഭവ. ആർജവം ച തഥാ സത്യം ശൗചം ശ്രദ്ധ ക്ഷമാ ധൃതി. അനുകമ്പ തഥാ ലജ്ജ ശാന്തി സന്തോഷ ഏവ ച. ഏതൈ സ്വത്വപ്രതീതിശ്ച ജായത്തെ നിശ്ചലാ സദാ. ശ്വേതവർണം തഥാ സത്വം ധർമ്മേ പ്രീതികരഃ സദാ. സശ്രദ്ധോൽപാദകം നിത്യമസശ്രദ്ധാനിവാരകം. സാത്വകീ രാജസീ ചൈവ താമസീ ച തഥാ പരാ. ശ്രദ്ധാ തു ത്രിവിധാ പ്രോക്ത മുനിഭിസ്തത്വദർശിഭിः. രക്തവർണം രജപ്രോക്തമപ്രീതികരമദ്ഭുതം. അപ്രീതിർദുഃഖയോഗത്വാൽ ഭവത്യേവ സുനിശ്ചിതാ.
പ്രദ്വേഷോധ തഥാ ദ്രോഹേ മത്സരസ്തംഭ ഏവ ച ഉത്കണ്ഠാ ച തഥാ നിദ്രാ ശ്രദ്ധാ തവ ച രാജസി മാനോ മദസ്തഥാ ഗർവോ രാജസാ കില ജായത്തെ പ്രത്യേതവ്യം രജസ്ത്വേതൈർ ലക്ഷണൈശ്ച വിചക്ഷണൈ കൃഷ്ണവർണ്ണ തമപ്രോക്തം മോഹനം ച വിഷാദകൃൽ ആലസ്യം ച തഥാ ജ്ഞാനം നിദ്രാ ദൈന്യം ഭയം തഥാ വിവാദശ്ചൈവ കാർപ്പണ്യം കൗടില്യം രോഷ ഏവ ച വൈഷമ്യം വാദിനാസ്തിക്യം പരദോഷാനുദർശനം പ്രത്യേതവ്യം തമസ്ത്വേതൈർലക്ഷണൈः സർവഥാ ബുധൈ താമസ്യാ ശ്രദ്ധയാ യുക്തം പരതാപോപപാദകം സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം, അമ്മേ ശരണം. സൃഷ്ടിസ്വരൂപത്തെ ചൊല്ലി പറഞ്ഞു ഞാൻ വേണ്ട പോലെ, ഗുണസ്വരൂപത്തെ ചൊല്ലാം ശ്രദ്ധിച്ചു കേൾക്കൂ. സത്വഗുണം പ്രീതിമയം, പ്രീതിയോ സുഖത്തിൽ നിന്നും, സത്യം ആർജവം ശൗചവും ശ്രദ്ധാക്ഷമയും, ധൃതി അനുകമ്പലജ്ജ ശാന്തി സന്തോഷം ഇവകൾ നിശ്ചലമാം സാത്വിക പ്രീതിക്കു കാരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വെളുപ്പാണു സാത്വികത്തിൻ നിറമെന്നുമറിയുക, അതു ധർമ്മത്തിൻ പ്രീതിക്കു കാരണമാകും. സത്കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിടുമല്ലോ, അതുപോലെ അസത്കാര്യങ്ങളിൽ ശ്രദ്ധ ഇല്ലാതായിടും. ശ്രദ്ധ സാത്വികമായിട്ടും രാജസതാമസമായും 3 വിധം തത്വജ്ഞാനികളോ ചൊല്ലുന്നു. രജസ്സിനു രക്തവർണം, അപ്രീതിയും അദ്ഭുതവും, ദുഃഖമായി ചേർന്നിടുമ്പോൾ അപ്രീതിയാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മാനം മദം ഗർവാദികൾ രജോ ഗുണത്താലുണ്ടാകും.
വിപ്രദ്വേഷവും ദ്രോഹം ഡംഭ മത്സരവും നിദ്രതാനും രാജസശ്രദ്ധയാണെന്നും അറിഞ്ഞിടുക. മാനം മതം ഗർവാദികൾ രജോ ഗുണത്താലുണ്ടാകും. അറിവുള്ളോർ ലക്ഷണത്താൽ തിരിച്ചറിയും. തമസ്സിനു കൃഷ്ണവർണം മോഹനവും വിഷാദവും. ആലസ്യം അജ്ഞാനം നിദ്ര ദൈന്യം ഭയവും. തർക്കം ലുബ്ധത രോഷവും കുടിലത വിഷമത. നാസ്തിക്യവും പരദോഷം കണ്ടിടുന്നതും. ഇവയെല്ലാം തമസിന്റെ ലക്ഷണങ്ങൾ അറിയുക. താമസ ശ്രദ്ധ തൻ ബന്ധം പരോപദ്രവം. ഇവയെല്ലാം തമസിന്റെ ലക്ഷണങ്ങൾ അറിയുക. താമസ ശ്രദ്ധ തൻ ബന്ധം പരോപദ്രവം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ 198-ാമത്തെ ദിവസം നമ്മൾ വിചാരം ചെയ്യുന്നത്. ഗുണസ്വരൂപങ്ങളെക്കുറിച്ചും അതിൻ്റെ സംഖ്യയെക്കുറിച്ചുമാണ് ബ്രഹ്മാവ് ഇതിൽ നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ബ്രഹ്മാവ് പറയുകയാണ്, സർഗോയം കഥിതസ്താതാ യൽപൃഷ്ടോഹം ത്വയാധുന. എന്നോട് നാരദ നീ ചോദിച്ച സൃഷ്ടിസ്വരൂപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗുണാനാം രൂപസംസ്ഥാം വൈ ശൃണുഷ്വൈകാഗ്രമാനസം. ഏകാഗ്രമായ മനസ്സോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി ഈ ഗുണങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച്, ഗുണാനാം രൂപസംസ്ഥാം വൈ, അതിനെ ഞാൻ പറയാം, കേട്ടോളൂ. സത്വം പ്രീത്യാത്മകം ജ്ഞേയം സുഖാൽ പ്രീതി സമുദ്ഭവ
ആർജവം ച തഥാ സത്യം ശൗചം ശ്രദ്ധ ക്ഷമാ ധൃതി അനുകമ്പ തഥാ ലജ്ജ ശാന്തി സന്തോഷ ഏവ ച ഏതൈ സത്വപ്രതീതിശ്ച ജായത്തെ നിശ്ചല സദാ. ഈ സാത്വികമായ ഭാവം ഉണ്ടാവാൻ എന്താണ്? സത്വഗുണം പ്രീതിമയമാണ് എന്നാണ്. സത്വം പ്രീത്യാത്മകം ജ്ഞേയം എന്ന് മനസ്സിലാക്കൂ. സുഖാത് പ്രീതി സമുദ്ഭവ. പ്രീതി ഉണ്ടാവുന്നത് എപ്പോഴാണ്? സുഖത്തിൽ നിന്നാണ്. നമുക്ക് അങ്ങനെയാണ് അല്ലേ? സുഖമുണ്ടാവുമ്പോഴാണ് പ്രീതി. നമുക്കൊരാളിൽ നിന്ന് സുഖം ഉണ്ടായാൽ അയാളോട് നമുക്ക് പ്രീതി ഉണ്ടാവും. വളരെ എളുപ്പമായിട്ടുള്ള ഉദാഹരണമാണ്. അപ്പോൾ സുഖത്തിൽ നിന്നാണ് പ്രീതി ഉണ്ടാവുക. ആർജവം, സത്യം, ശൗചം എന്ന് വെച്ചാൽ ശുദ്ധി, ശ്രദ്ധ, ക്ഷമ, ധൃതി, അനുകമ്പ, ലജ്ജ, ശാന്തി, സന്തോഷം എന്നീ ഗുണങ്ങൾ, ഈ 10 ഗുണങ്ങളൊക്കെ തന്നെ സദാ എവിടെ നിന്ന് ആ സാത്വികമായ പ്രീതി ഉണ്ടാകുന്നതിന് കാരണമാണ്. ജായത്തെ നിശ്ചല സദാ. നിശ്ചലമായ അചഞ്ചലമായ സാത്വികമായ പ്രീതി ഉണ്ടാവാൻ ഇതൊക്കെ കാരണങ്ങളാണ്. ഏതൊക്കെയാ? ആർജവം, സത്യം, ശുദ്ധി, ശ്രദ്ധ, ക്ഷമ, ധൃതി, അനുകമ്പ, ലജ്ജ, ശാന്തി, സന്തോഷം. പിന്നെ ഈ സത്വഗുണത്തിൻ്റെ ആ സത്വത്തിൻ്റെ നിറം എന്തായിട്ടാണ് കണക്കാക്കുന്നത്? വെളുപ്പാണ് സത്വത്തിൻ്റെ നിറം അല്ലേ? നമുക്ക് വെളുത്ത ഒരു നിറം കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവാറുണ്ട് ഇല്ലേ? അത് കേവലം ശരീരത്തിൻ്റെ വെളുപ്പും കറുപ്പുമല്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാളെ കാണുമ്പോൾ ഒരു സമാധാനം അല്ലേ? സത്വഗുണം അവിടെ പ്രകടമാവണം എന്നുള്ളത് കൊണ്ടാണ്. അത് ധർമ്മത്തിൽ നിരന്തരമായ പ്രീതി ഉണ്ടാക്കും. അതുകൊണ്ടാവാം ഒരു പക്ഷേ അങ്ങനെയൊന്നും അല്ലെങ്കിലും ആളുകളൊക്കെ ഈ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് നമ്മൾ കാണാം. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിലുള്ള ആളുകളൊക്കെ വെളുത്ത വസ്ത്രമാണ് കൂടുതൽ ധരിക്കുക. അത് ധർമ്മത്തിൽ പ്രീതി ഉണ്ടാക്കുന്നതാണ് പറയണത്. അത് സത്കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാക്കും. ഇപ്പോൾ അകത്ത കറുപ്പ് മറയ്ക്കാൻ വേണ്ടി പുറത്ത് വെളുത്ത വേഷം ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ അസത്കാര്യങ്ങളിൽ ശ്രദ്ധ ഇല്ലാതെയാക്കുകയും ചെയ്യും. ശ്വേതവർണം തഥാ സത്വം ധർമ്മേ പ്രീതികര സദാ സത് ശ്രദ്ധോത്പാദകം നിത്യം അസത് ശ്രദ്ധാ നിവാരകം. അസത്തിൽ അസദ്ഭാവങ്ങളിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയും ചെയ്യും, ഇല്ലാതാക്കുകയും ചെയ്യും. സാത്വകീ രാജസീ ചൈവ താമസീ ച തഥാപര ശ്രദ്ധാതു ത്രിവിധാ പ്രോക്ത മുനിഭി തത്വദർശിഭി. തത്വദർശികളായിട്ടുള്ള മുനിമാർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് അവര്? ശ്രദ്ധ സാത്വികം, രാജസം, താമസം എന്നീ 3 വിഭാഗങ്ങളിലുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്നത് പൊതുവിൽ സാത്വികമാണ് എങ്കിൽ തന്നെ അത് 3 വിഭക്തത്തിൽ 3 വിഭാഗങ്ങളിലുണ്ട്. പിന്നെ ഇനി രജസിന്റെ നിറം എന്താ? രക്തവർണം രജപ്രോക്തം അപ്രീതികരമദ്ഭുതം. പ്രീതികരമാണ് സത്വഗുണമെങ്കിൽ രജസ്സിന് രക്തവർണമാണ്, ചുവപ്പ് നിറമാണ്. അപ്രീതി ഉണ്ടാക്കും, അതേപോലെ അത്ഭുതത്തെ ഉണ്ടാക്കും. ദുഃഖവുമായി കൂടിച്ചേരുമ്പോൾ ആണ് അത് നമുക്ക് അപ്രീതികരമായി തീരുന്നത് അല്ലേ? നോക്കൂ, അപ്രീതിർ ദുഃഖയോഗത്വാൽ ഭവത്യേവ സുനിശ്ചിത. ഉറപ്പാണ്. അപ്പൊ പ്രീതി ഉണ്ടാവുന്നത് എപ്പോഴാ? സന്തോഷം ഉണ്ടാവുമ്പോൾ. ദുഃഖം ഉണ്ടാവുമ്പോഴോ അപ്രീതി ഉണ്ടാവും. പ്രദ്വേഷോധ തഥാദ്രോഹേ മത്സരസ്തംഭയേവ ച ഉത്കണ്ഠാ ച തഥാ നിദ്ര ശ്രദ്ധ തവ ച രാജസി. ഈ രാജസീയമായിരിക്കുന്ന രാജസ്, രജോഗുണം വർദ്ധിക്കുമ്പോൾ പ്രദ്വേഷം, ദ്രോഹം, മത്സരം, ഡംഭ്, ഉത്കണ്ഠ, നിദ്ര, ഉറക്കം, ഇതൊക്കെ രാജസ ശ്രദ്ധയുടെ ഭാഗങ്ങളാണ്. പിന്നെ മനോമത തഥാഗർവോ രാജസാ കില ജായത്തെ. മാനം, മതം, ഗർവ് ഇതൊക്കെ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ന് അറിവുള്ള ആളുകൾ ലക്ഷണങ്ങൾ കൊണ്ട് ഇതിനെ തിരിച്ചറിയണം. പ്രത്യേതവ്യം രജസ്ത്വേതൈർ ലക്ഷണൈശ്ച വിചക്ഷണൈ മനസ്സിലാക്കണം എന്നാണ്. എന്നിട്ട് പറയുകയാണ് ഇനി തമസിൻ്റെ നിറം എന്താണ്? കൃഷ്ണവർണ്ണ
തമപ്രോക്തം. തമസ് അതെങ്ങനെയാണ്? കൃഷ്ണവർണം, കറുത്ത നിറമാണ് എന്ന് പറയുന്നു. അത് മോഹനം ച വിഷാദകൽ, മോഹിപ്പിക്കുന്നതാണ്, അതേപോലെ തന്നെ വിഷാദത്തെ ഉണ്ടാക്കുന്നതുമാണ്. ആലസ്യം ച തഥാ ജ്ഞാനം നിദ്രാദൈന്യം ഭയം തഥ. ആലസ്യം, അജ്ഞാനം, നിദ്ര, ദൈന്യത, ഭയം, തർക്കം, ലുബ്ധത്വം, കുടിലത, വിഷമത, രോഷം, നാസ്തിക്യം, പരദോഷങ്ങൾക്കാണ്. വിവാദശ്ചൈവ കാർപ്പണ്യം, കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ലുബ്ധത്വം, പിശുക്ക്, കൗടില്യം, കുടിലത, രോഷ ഏവച, വൈഷമ്യം, വാദി നാസ്തിക്യം, പരദോഷാനുദർശനം, മറ്റുള്ളവരുടെ ആ ദോഷങ്ങൾക്കാണ്. ഇതൊക്കെ തമോ ഗുണത്തിൻ്റെ പ്രത്യേതവ്യം തമസ്ത്വേതൈർ ലക്ഷണൈ സർവഥാ ബുധൈ. ഇതൊക്കെ തമസ്സിൻ്റെ ലക്ഷണങ്ങളാണ്, തമോ ഗുണത്തിൻ്റെ താമസിയായ ശ്രദ്ധയുടെ ലക്ഷണങ്ങളാണ് എന്ന് വിദ്വാൻമാർ അറിഞ്ഞിരിക്കണം. താമസ്യാ ശ്രദ്ധയായുക്തം പരതാപോപപാദകം. ഈ താമസ ശ്രദ്ധയുമായി നിരന്തര ബന്ധം ഉണ്ടാകുമ്പോൾ അത് പരോപദ്രവത്തിന് കാരണമായിട്ട് തീരും. അപ്പോൾ വെളുത്ത നിറമാണ് സാത്വികമായിട്ടുള്ള ശ്രദ്ധയെങ്കിൽ, ചുവപ്പ് നിറമാണ് രാജസശ്രദ്ധ, കറുപ്പ് നിറമാണ് ഇവിടെ താമസശ്രദ്ധ എന്ന് പറയുന്നു. സാത്വികമായ ശ്രദ്ധ പ്രീതികരമാണെങ്കിൽ, രജോ ഗുണാധിക്യമുള്ള രാജസീയമായിരിക്കുന്ന ശ്രദ്ധ അപ്രീതിജനകമാണ് എന്ന് പറയുന്നു. താമസമായിരിക്കുന്ന ശ്രദ്ധയോ അത് എല്ലാവരെയും മോഹിപ്പിക്കുന്നതാണ്, വിഷാദമുണ്ടാക്കുന്നതാണ് എന്ന് ഈ 3 ഗുണങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് ബ്രഹ്മാവ് പറയുന്നു. അങ്ങനെയുള്ള ആ 11ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് നമ്മൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ നമുക്ക് തുടർന്ന് 12ാമത്തെ ശ്ലോകം മുതൽ 21ാമത്തെ ശ്ലോകം വരെ നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.